സനാതനധർമ്മ വിശ്വാസികളെ വിഷമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ക്ഷുദ്രശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപൻ സ്വാമി തിരുവടികളുടെ സമാധി ശരീരവും വിളിച്ചുകൊണ്ടുള്ള പദയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1:30 പത്താങ്കലിൽ നിന്നും ആരംഭിക്കുന്നു. സനാതനധർമ്മ വിശ്വാസികളെ വിഷമത്തിലാക്കി ആ സത്കർമ്മത്തെ ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ച ക്ഷുദ്രശക്തികൾ അതിനെതിരെ ശക്തമായ താക്കീതുമായി സനാതനധർമ്മ ഹൈന്ദവ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന ശ്രീ ഗോപൻ സ്വാമി തിരുവടികളുടെ സമാധി ശരീരവും വിളിച്ചുകൊണ്ടുള്ള പദയാത്ര ഇന്ന് ഉച്ചയ്ക്ക് 1:30 പത്താങ്കലിൽ നിന്നും ആരംഭിക്കുന്നു. ഡാൻ കുര്യനാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. ഡാൻ, മൃതദേഹം ഇപ്പോഴെവിടെയാണുള്ളത്? ഈ അനൗൺസ്മെന്റ് വാഹനത്തിൽ നിന്ന് പദയാത്രയായി മൃതദേഹം എത്തിക്കും എന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. എന്താണ് മറ്റു വിവരങ്ങൾ? അഭിലാഷ്, നിംസ് ആശുപത്രി മോർച്ചറിയിലാണ് ഇപ്പോൾ ഗോപൻ സ്വാമിയുടെ മൃതദേഹം സൂക്ഷിച്ചിരിക്കുന്നത്. അവിടെ സാധാരണയായി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ അതായത് കുടുംബാംഗങ്ങൾക്ക് കൈമാറുന്നതിന് തൊട്ടു മുമ്പ് മാത്രമാണ് അത് വസ്ത്രങ്ങളൊക്കെ ധരിപ്പിച്ച് കൈമാറുന്നതിന് വേണ്ടി ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. പക്ഷേ ഈ കുടുംബം ആശുപത്രി അധികൃതരോട് അറിയിച്ചിരിക്കുന്നത് സമാധി ഇരുന്നത് എങ്ങനെയാണോ അതേപോലെ ആയിരിക്കണം മോർച്ചറിയിൽ നിന്ന് അച്ഛനെ പുറത്തെടുക്കുമ്പോഴും അതേ രീതിയിൽ തന്നെ അവർക്ക് ലഭിക്കണം. അതുകൊണ്ട് ഈ ഫ്രീസർ ഒന്ന് നേരത്തെ ഓഫ് ചെയ്യണം, ഡോക്ടർമാർ അതിന് സഹായിക്കണം. ഇങ്ങനെയുള്ള ചില ന്യായങ്ങളാണ് ആവശ്യങ്ങളാണ് അവർ ആശുപത്രി അധികൃതരോട് അറിയിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ കുറച്ച് നേരത്തെ തന്നെ ഈ മൃതദേഹം ഈ കുടുംബാംഗങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് പുറത്തെടുത്ത് അദ്ദേഹത്തെ ഇരിക്കുന്ന ഒരു രീതിയിൽ സമാധി ഇരിക്കുന്ന രീതിയിൽ ഇരുത്തി അദ്ദേഹത്തെ വസ്ത്രങ്ങൾ ധരിപ്പിച്ചതിന് ശേഷം തുണി കൊണ്ട് മൂടിയതിനു ശേഷം 1:30 നാമജപയാത്രയായി പദയാത്രയായി ഈ ആറാലുമൂടിലുള്ള കൈലാസനാഥ ക്ഷേത്രത്തിനടുത്തുള്ള വീട്ടിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഒരുങ്ങുന്നത്. ഏതാണ്ട് 15 മിനിറ്റ് മാത്രമേ ഉള്ളൂ ഈ ആശുപത്രിയിൽ നിന്ന് ഈ വീട്ടിലേക്ക് എത്താൻ. പക്ഷേ ഇവർ ഇപ്പോൾ പറയുന്നത് പോലെ ഇതൊരു പദയാത്രയായൊക്കെ അവിടേക്ക് എത്തുമ്പോൾ മറ്റ് സംഘടനകൾ അതിന് പിന്തുണയുമൊക്കെയായി രംഗത്ത് വരുമ്പോൾ അതിനെ ഏത് തരത്തിലാണോ ഈ വിവാദം വാർത്തകൾ ഇടം പിടിച്ചത് അതേ പ്രാധാന്യത്തോടെ തന്നെ ഈ അദ്ദേഹത്തിന്റെ ഈ മഹാസമാധിയും അങ്ങനെ തന്നെ കേരളം ചർച്ച ചെയ്യപ്പെടണമെന്നൊരു ആവശ്യം അവരുടെ മുമ്പിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഹിന്ദു ഐക്യവേദിയും BSDPയും ഉൾപ്പെടെയുള്ള സംഘടനകൾ ഇത്തരത്തിലൊരു പദയാത്ര നടത്തിക്കൊണ്ടായിരിക്കണം അദ്ദേഹത്തെ സമാധി ഇരുത്തേണ്ടത് എന്നൊരു ആവശ്യം കുടുംബവുമായി ചർച്ച ചെയ്ത് അങ്ങനെ ഒരു ധാരണയിലേക്ക് എത്തിയത്. അതിനപ്പുറം എടുത്തു പറയേണ്ടുന്ന കാര്യം, കഴിഞ്ഞ ദിവസം ഈ സമാധി സ്ഥലം പൊളിച്ച് അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് പരിശോധന നടത്തിയ അതേ സ്ഥലത്ത് ഇന്നലെ ഒറ്റ രാത്രി കൊണ്ട് ഹിന്ദു ഐക്യവേദിയുടെ നേതൃത്വത്തിൽ ഇപ്പം പ്രത്യേകം ഋഷിപീഠം എന്ന പേരിൽ ഒരു സമാധി സ്ഥലം, അതായത് ഈ സമാധി ഇരിക്കുന്നതിന് വേണ്ടിയുള്ള ഋഷിപീഠം ഉൾപ്പെടെ സ്ഥാപിച്ചുകൊണ്ട് നമുക്ക് സമീപകാലത്തൊന്നും കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ലാത്ത തരത്തിലുള്ളൊരു സംസ്കാര ചടങ്ങുകൾക്ക് ഈ കൈലാസനാഥ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ ഗോപൻ സ്വാമിയുടെ വീടിന്റെ പരിസരം ഇന്ന് സാക്ഷ്യം വഹിക്കും. അവിടെ നിരവധി ഹിന്ദു സംഘടനകൾ ഇവർക്ക് പിന്തുണയുമായി ഇതിനോടകം തന്നെ രംഗത്തെത്തിയിട്ടുണ്ട്. അതിനിടയിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഏറ്റവും പുതുതായി പുറത്തുവരുന്ന സൂചനകൾ അനുസരിച്ച് പ്രാഥമികമായി നടത്തിയ ഇൻക്വസ്റ്റ് പരിശോധനയിലും പോസ്റ്റ്മോർട്ടം നടപടികളുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടത്തിൽ നടത്തിയ പരിശോധനകളിലുമൊന്നും ശരീരത്തിൽ ബാഹ്യമായി ക്ഷതമേറ്റതിന്റെയോ മുറിവുകളേറ്റതിന്റെയോ ഒന്നും പാടുകളോ കേടുകളോ ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആന്തരിക അവയവങ്ങളുടെ പരിശോധനാ ഫലം കൂടി വരേണ്ടതുണ്ട്. അതോടൊപ്പം ഏതെങ്കിലും തരത്തിലുള്ള പോയിസണസ് സബ്സ്റ്റൻസസ് അത് ആമാശയത്തിൽ എല്ലാം എത്തിയിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത കൈവരണമെങ്കിൽ അവിടെ കൃത്യമായി ഈ പരിശോധനാ ഫലം പുറത്തു വരേണ്ടതുണ്ട്. അപ്പോൾ മാത്രം ഇത് പൂർണ്ണമായി ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. നിലവിലുള്ള പരിശോധനകളുടെ ഫലമനുസരിച്ച് സ്വാഭാവികമായി ഒരു സംഭവിച്ച മരണം എന്ന തരത്തിലാണ് കാര്യങ്ങൾ. അതിനോട് ഈ കുടുംബാംഗങ്ങൾ നേരത്തെ പോലീസിന് നൽകിയ മൊഴി ശരിവെക്കുന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ മൃതദേഹം ഇരിക്കുന്ന രീതിയിൽ കിഴക്ക് ദിശയിൽ ഈ ഭസ്മവും മറ്റ് കർപ്പൂരവും ഉൾപ്പെടെയുള്ള വസ്തുക്കൾ കൊണ്ട് ആ നെഞ്ചുവരെയുള്ള ഭാഗം മൂടിയ നിലയിലായിരുന്നു കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ ഈ അന്ധമായ ഒരു വിശ്വാസത്തിന്റെ പാതയിലൂടെ നീങ്ങിയതിന്റെ ഭാഗമായി ഇത്തരം കാര്യങ്ങൾ ചെയ്തതാണോ അവർ എന്ന തരത്തിലുള്ള ഒരു നിഗമനമാണ് പോലീസ് പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം അദ്ദേഹവുമായി ബന്ധമുണ്ടായിരുന്ന ആത്മബന്ധമുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളിൽ നിന്നടക്കം കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട്. അവരിൽ ചിലരോട് നേരത്തെ മുതൽ തന്നെ തനിക്ക് സമാധിയാകണം എന്ന് ഇദ്ദേഹം പറയാറുണ്ടായിരുന്നു എന്നാണ്
പുറത്തു വരുന്ന വിവരങ്ങൾ. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദമായ പരിശോധന നടക്കും. ഇത്തരത്തിൽ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ട വിവാദമായി മാറിയൊരു സംഭവമായതുകൊണ്ട് അത്ര നിസ്സാരമായി ഈ കേസ് അവസാനിപ്പിക്കാനാവില്ല പോലീസിന്. അതിന്റെ എല്ലാ വശങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കും. ആ റിപ്പോർട്ട് വരുന്നതോടെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ ദുരൂഹതകളും അവസാനിക്കുമെന്ന പ്രതീക്ഷയിലാണ് പോലീസ് ഉള്ളത്. അപ്പോഴും വ്യക്തമാകാനുള്ളത് ഒരു കാര്യമാണ്, ഈ ശാരീരികമായി അവശതകൾ നേരിട്ടിരുന്ന ഗോപൻ സ്വാമി വീട്ടിൽ നിന്ന് ഏതാണ്ട് ഒരു 100 മീറ്ററോളം മാറിയുള്ള ഈ ക്ഷേത്രത്തോട് ചേർന്നുള്ള ഈ സമാധി പീഠത്തിലേക്ക് നടന്നെത്തി അവിടെ ഇരുന്ന് സമാധിയായി എന്ന് പറയുന്ന കാര്യം അത് അത്ര കണ്ട് പോലീസ് ഇപ്പോഴും അങ്ങ് വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. അദ്ദേഹത്തിന് സ്വാഭാവികമായ മരണം സംഭവിച്ചതിന് ശേഷം കുടുംബാംഗങ്ങൾ അദ്ദേഹത്തെ ഈ സമാധി പീഠത്തിൽ ഇരുത്തി അവിടെ അദ്ദേഹം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ അദ്ദേഹത്തെ ഈ പൂജാ വസ്തുക്കളൊക്കെ കൊണ്ട് ഈ ദേഹം മുഴുവൻ മൂടിയതിനു ശേഷം അദ്ദേഹത്തെ ഈ സമാധി ഇരുത്തുന്ന തരത്തിൽ സംസ്കരിക്കുകയായിരുന്നു. ഈ കാര്യത്തിലാണ് ഇനി ഒരു വ്യക്തത കൈവരാനുള്ളത്. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത് സ്ഥിരീകരിക്കാൻ കഴിയില്ല. അസ്വാഭാവികതകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുന്നതിലൂടെ. അതിനപ്പുറത്തേക്ക് അവിടെ വന്നിരുന്ന് സമാധിയായി എന്ന കുടുംബം ആദ്യഘട്ടം മുതൽ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി അത് തെളിയിക്കുക എന്ന് പറയുന്നത് പോലീസിന് മുമ്പിൽ ദുഷ്കരമായ ഒരു ദൗത്യമായി മാറിയിരിക്കുകയാണ്. യെസ്, നിലവിൽ ഏതെങ്കിലും തരത്തിലുള്ള അസ്വാഭാവികത പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ കണ്ടെത്തിയിട്ടില്ല. പക്ഷേ വിശദമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരേണ്ടതുണ്ട്, രാസപരിശോധനാ ഫലം വരേണ്ടതുണ്ട്. കുടുംബം പറഞ്ഞതുപോലെ തന്നെയാണോ മരണം സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ കുറച്ചുകൂടി വ്യക്തത കൈവരേണ്ടതുണ്ട്. അതിനിടയിലാണ് ഇത്തരത്തിൽ ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിക്കുവാനുള്ള തീരുമാനം. 1:30 പദയാത്രയായി ആരംഭിച്ച് വീണ്ടും സമാധിയിരുത്തുക എന്ന തീരുമാനത്തിലേക്കാണ് ചില ഹൈന്ദവ സംഘടനകൾ ഉൾപ്പെടെ എത്തിയിട്ടുള്ളത് എന്നതാണ് വിവരം.